സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. മോശയ്ക്ക് വിരോധമായി മോശയുടെ സഹോദരങ്ങളായ മിരിയാമും അഹരോനും സംസാരിച്ചു, വിരോധമായി സംസാരിച്ചു. ചില ആളുകളുടെ നാക്കിന് കൺട്രോൾ ഇല്ല, അതാണ് അവരുടെ തകർച്ചയ്ക്കേ കാരണം. ചിലരുടെ ജീവിതം നശിക്കാൻ കാരണം എന്തെന്നറിയാമോ? അവരുടെ നാക്കാണ്. നിങ്ങളുടെ നാക്ക് കാരണം നിങ്ങൾ നശിക്കരുത്. ദൈവ ആരാധനയ്ക്ക് വിരോധമായി, ദൈവിക ആലോചനയ്ക്ക് വിരോധമായി, ദൈവിക ശുശ്രൂഷയ്ക്ക് വിരോധമായി, ദൈവിക അഭിഷിക്തർക്ക് വിരോധമായി നാക്ക് വളയ്ക്കരുത്. ജീവിതം തകർന്നു പോകും. ദൈവകാര്യങ്ങൾ കൊടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് വിഷവിത്ത് വിതയ്ക്കരുത്. ജീവിതം തകർന്നു പോകും. സകലതും എതിരാകും. സ്വസ്ഥത നഷ്ടപ്പെടും. സകലതും തകരാറിലാകും. എത്ര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ഇടയിലും ദൈവം ഒരു സമാധാനത്തെ തരണമോ? കീഴ്പ്പെടുക, അനുസരിക്കുക. ദൈവം ഒരു സൊല്യൂഷനെ തരും. മരുഭൂമിയിൽ ഒരു നീരവ തുറക്കും. പാറയിൽ നിന്നൊരു ജലം പുറപ്പെട്ടു വരും. ചെങ്കടൽ പിളർന്നു വരും. ഒരു സൊല്യൂഷൻ ഉണ്ടാകണമോ? ഒരു പരിഹാരം ഉണ്ടാകണമോ? ദൈവത്തിന് കീഴ്പ്പെടുക. ആരാധിപ്പാൻ മനസ്സുവെക്ക്, സ്തുതിപ്പാൻ മനസ്സുവെക്ക്. താൻ തോന്നിയായി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ദൈവമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ച്, പണത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കണമെന്ന് വിചാരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിനെ ആരാധിച്ച് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ജീവിക്കുക. ദൈവവേദനെ ഇതാണ് തൊഴുത്തിലുള്ള ആട്ടിൻകൂട്ടത്തോട് കർത്താവിന് പറയുവാനുള്ളത്.